കർണൻ യുധിഷ്ഠിരന്റെ കുതിരകളെ കൊല്ലുന്നു, രഥം നശിപ്പിക്കുന്നു, ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നു. യുധിഷ്ഠിരന്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ശല്യർ പറയുന്നു, നാം എന്തിനാണ് യുധിഷ്ഠിരനുമായി സമയം കളയുന്നത്? അർജുനനെ ആക്രമിക്കൂ. കർണൻ വിടവാങ്ങുന്നു. കർണൻ പോയ ശേഷം യുധിഷ്ഠിരൻ തികച്ചും അപമാനിതനായി തന്റെ പാളയത്തിലേക്ക് മടങ്ങുന്നു. അർജുനനും കൃഷ്ണനും ക്ഷേമം ചോദിക്കാനായി കൂടാരത്തിലെത്തുന്നു. കർണനെ കൊന്നുവെന്ന സന്തോഷവാർത്ത പങ്കുവെക്കാൻ വന്നതാണെന്ന് യുധിഷ്ഠിരൻ തെറ്റിദ്ധരിക്കുന്നു. ഇപ്പോഴും കർണൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അർജുനൻ ഏറ്റു പറയുമ്പോൾ യുധിഷ്ഠിരൻ രോഷാകുലനാകുന്നു. അർജുന, നിങ്ങളെക്കാൾ യോഗ്യനായ ഒരാൾക്ക് ആ ഗാണ്ഡീവം നൽകൂ. ഇത് കേട്ട് അർജുനൻ വാളെടുത്ത് സഹോദരനെ കൊല്ലാനായി ചാടിയിറങ്ങുന്നു. ഗാണ്ഡീവത്തെ ഉപേക്ഷിക്കാൻ നിർദ്ദേശിക്കുന്ന ആരെയും കൊല്ലുമെന്ന് അർജുനൻ പണ്ട് പ്രതിജ്ഞ എടുത്തിരുന്നു. പ്രതിസന്ധി പരിഹരിക്കാൻ അദ്ദേഹം കൃഷ്ണനോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ കൃഷ്ണൻ മറുപടി പറയുന്നു, യുധിഷ്ഠിരനോട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന പരുഷമായ വാക്കുകളിൽ സംസാരിക്കുക. നിങ്ങൾക്ക് കഴിയുന്നത്ര ക്രൂരമായി അവനെ അപമാനിക്കുക. ഒരു ഇളയ സഹോദരൻ ജ്യേഷ്ഠനെ ഇങ്ങനെ അപമാനിക്കുമ്പോൾ ജ്യേഷ്ഠൻ കൊല്ലപ്പെടുന്നതിന് സമാനമാണ്. വാക്കുകളാൽ യുധിഷ്ഠിരനെ കൊന്നുകൊണ്ട് കൃഷ്ണൻ അർജുനനെ ആ പാപത്തിൽ നിന്നും രക്ഷിക്കുന്നു.